ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിലെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബും ആഗോള ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബുമായ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻറ്റ് സീപോർട്ട് ട്രിവാൻഡ്രമാണ്. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഈ വ്യൂ വളരെ പരിചിതമാണ്. ആദ്യമായി നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ അത് നമ്മുടെ പോർട്ടിൻ്റെ സാറ്റലൈറ്റ് വ്യൂ ആണ്. 2-3 ദിവസം മുന്നേ തന്നെ നമ്മൾ പോർട്ടിൻ്റെ അപ്ഡേഷൻ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോർട്ടിൽ പോയി വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പല ഭാഗം. അതായത് നമ്മുടെ പോർട്ടിലെ ഏറ്റവും വലിയ വർക്കായ നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടറും ബെർത്തും യാർഡ് സെക്ഷനും ഈ 3 പോർഷനും നമുക്ക് വളരെ വ്യക്തമായി 4K റെസൊല്യൂഷൻ തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വർക്ക് നടക്കുന്നുണ്ട് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാനായി സാധിക്കുമെങ്കിലും എത്ര ശതമാനം അല്ലെങ്കിൽ എത്ര മീറ്റർ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാനായി സാധിക്കില്ല. വർഷങ്ങൾക്ക് മുന്നേ തന്നെ നമ്മളെ പോർട്ടിൻ്റെ അപ്ഡേഷനും സാറ്റലൈറ്റ് വ്യൂ ഉൾപ്പെടെ എല്ലാ അപ്ഡേഷൻ നമ്മൾ പോർട്ടിൻ്റെ ഫസ്റ്റ് ഫേസ് ആയാലും ഇപ്പോൾ സെക്കൻഡ് ഫേസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴും നമ്മൾ ചെയ്യാറുണ്ട്. സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് ആ ഡിഫറൻസ് എത്ര മീറ്ററാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളതെന്ന് അറിയാനായി സാധിക്കും. ആദ്യമായി നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ പ്രീവിയസ് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം നമ്മുടെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ആ വ്യത്യാസം തീർച്ചയായിട്ടും മനസ്സിലാക്കാനായി സാധിക്കും. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പോർട്ടിലെ ഏറ്റവും വലിയ വർക്കായ ബ്രേക്ക് വാട്ടർ, ബെർത്ത്, യാർഡ് എക്സ്റ്റൻഷൻ ഈ 3 വർക്കിൻ്റെയും മെഷർമെൻറ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ വീഡിയോയിലുള്ള വ്യത്യാസം, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ സാറ്റലൈറ്റ് വ്യൂ എന്നുള്ള മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഇപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഏതാണ്ട് 3 ആഴ്ചയായിട്ടുണ്ട്. 3 ആഴ്ചകൾ കൊണ്ട് നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടറിൻ്റെയും ബെർത്തിൻ്റെയും യാർഡ് എക്സ്റ്റൻഷൻ്റെയും എത്ര മീറ്ററാണ് കൂടുതലായി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതെന്ന് തീർച്ചയായിട്ടും ഇതിൽ നിന്നും കണ്ട് മനസ്സിലാക്കാനായി സാധിക്കുന്നതാണ്. നമുക്ക് പോകാം ഡീറ്റെയിൽ മെഷർമെൻറ്റ് വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, ആദ്യമായി നമ്മൾ നോക്കുന്നത് നമ്മുടെ പോർട്ടിലെ ഏറ്റവും വലിയ വർക്കായ നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കാണ്. നമുക്ക് നോക്കാം. ബ്രേക്ക് വാട്ടറിൻ്റെ മെഷർമെൻറ്റിലേക്ക് പോകാം. നമുക്കൊന്ന് സൂം ചെയ്തതിന് ശേഷം വളരെ വ്യക്തമായിട്ട് ബ്രേക്ക് വാട്ടറിൻ്റെ വർക്ക് എത്ര ശതമാനമാണ് പൂർത്തിയായിട്ടുള്ളതെന്ന് ഏകദേശം നമുക്ക് ഈ മെഷർമെൻറ്റിലൂടെ അറിയാനായി സാധിക്കുന്നതാണ്. ലക്ഷക്കണക്കിന് ടൺ നാച്ചുറൽ സ്റ്റോണാണ് നമുക്ക് ബ്രേക്ക് വാട്ടറിൻ്റെ ഫസ്റ്റ് ഫേസിൽ നമുക്കായിട്ടുള്ളത്. സെക്കൻഡ് ഫേസിലും അങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് ഫേസിൽ നമുക്ക് 2960 മീറ്ററാണ് ബ്രേക്ക് വാട്ടർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി സെക്കൻഡ് ഫേസിൽ 1040 മീറ്റർ കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് 2028 ആകുമ്പോൾ 4000 മീറ്ററിലേക്കാണ് ബ്രേക്ക് വാട്ടറിൻ്റെ നീളം വർദ്ധിക്കുന്ന ആ വർക്കുകളാണ് നമുക്ക് നടക്കുന്നത്. നമ്മൾ ഈ കാണുന്ന 10 മീറ്റർ വീതിയുള്ള റോഡിലൂടെയും ഡംപിങ് നടക്കുന്നുണ്ട്. കടലിലൂടെ സ്പ്ലിറ്റ് ബാർജ് ഉപയോഗിച്ച് മറൈൻ ഡംപിങ് നടക്കുന്നു. ആ 2 രീതിയിലുള്ള ഡംപിങ് മുഖേനയാണ് വളരെ ഫാസ്റ്റായിട്ട് വർക്കുകൾ മുന്നോട്ട് പോകും. നമുക്കിപ്പോൾ മെഷർമെൻറ്റിലൂടെ മനസ്സിലാക്കാനായി സാധിക്കുന്നത് 3340 മീറ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായി സാധിക്കും. അതായത് 3 ആഴ്ചയ്ക്ക് മുന്നേ നമ്മൾ സാറ്റലൈറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതിൽ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ, 100-നകത്ത് 50-നും 100-നും ഇടയ്ക്ക് മീറ്ററോളം നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് മനസ്സിലാക്കാനായി സാധിക്കും. ആ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വ്യത്യാസം മനസ്സിലാക്കാനായി സാധിക്കും. അതായത് വളരെ ഫാസ്റ്റായിട്ടാണ് ഡേ നൈറ്റ് കൊണ്ട് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോ ഒന്ന് വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കാൻ ഞാൻ പോർട്ടിൽ പോയപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ തന്നെ ഞാനത് വ്യക്തമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മുടെ പോർട്ടിലെ വർക്കുകളെല്ലാം നടക്കുന്നത്. പക്ഷേ നമുക്ക് കണ്ടുകൊണ്ട് വളരെ ദൂരെ വന്നു, അതായത് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഏകദേശം 1 കിലോമീറ്ററിൻ്റെ ഇപ്പുറത്തു നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അത്രയും ദൂരം നമുക്ക് മെഷർമെൻറ്റ് എത്ര മീറ്ററാണെന്ന് കംപ്ലീറ്റ് ചെയ്യുന്ന അറിയാനേ സാധിക്കില്ല. പക്ഷേ നമുക്ക് സാറ്റലൈറ്റ് വ്യൂ ഒന്നും വ്യക്തമായിട്ട് മെഷർമെൻറ്റ് അറിയാനായി സാധിക്കുന്നതാണ്. അപ്പോൾ വലിയൊരു മാറ്റമാണ് ബ്രേക്ക് വാട്ടറിന് സംഭവിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇനി ഒരു 600 മീറ്റർ കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആകും. 2028 ആകുന്നതിന് മുന്നേ തന്നെ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് നമ്മുടെ പോർട്ടിലെ ഏറ്റവും വലിയ വർക്ക് തന്നെയാണ് ബ്രേക്ക് വാട്ടർ. മെഷർമെൻറ്റ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കുന്നതാണ്. ഇനി നമുക്ക് അതുപോലെ തന്നെ പ്രാധാന്യമുള്ള വർക്ക് തന്നെയാണ് നമ്മുടെ പോർട്ടിലെ ബെർത്തും അതിനോട് ചേർന്നുള്ള യാർഡ് എക്സ്റ്റൻഷൻ്റെ വർക്കുകളും. അതുമാത്രമല്ല ഡ്രഡ്ജിങ് നമുക്ക് നടക്കുന്നത് നമ്മൾ കണ്ടുണ്ടായിരുന്നു. ഡ്രഡ്ജിങ്ങിൻ്റെ നമ്മുടെ ഈ പറയുന്ന മെഷീൻസ്, ഹെവി മെഷീൻസും നമ്മൾ തീർച്ചയായിട്ടും കണ്ടുണ്ടായിരുന്നു. നമുക്കിൻ്റെ നമ്മുടെ ഈ പറയുന്ന ബെർത്തിൻ്റെ മെഷർമെൻറ്റിലേക്ക് പോകും. നമ്മുടെ ബ്രേക്ക് വാട്ടർ പോലെ തന്നെ ബെർത്ത് വളരെ വ്യക്തമായിട്ട് അറിയാനായി സാധിക്കില്ല. കാരണം പൈലിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ആ ഹെവി മെഷീൻസൊക്കെ കഴിഞ്ഞ വീട്ടിൽ കണ്ടുണ്ടായിരുന്നു. പൈലിംഗ് നടന്നതിന് ശേഷമാണ് എക്സ്റ്റൻഷൻ വരുന്നത്. ബ്രേക്ക് വാട്ടർ ആണെങ്കിൽ നമുക്ക് ആ ഒരു വ്യത്യാസം വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്ന പോലെ ബെർത്ത് അറിയാൻ സാധിക്കണമെന്ന് നോക്കാം. നമുക്ക് എത്ര ശതമാനമാണ്, അതും എത്ര മീറ്ററാണ് ഈ 2 ആഴ്ച 3 ആഴ്ച കൊണ്ടുള്ള വ്യത്യാസം നമുക്ക് നോക്കാവുന്നതാണ്. നമുക്ക് ഈ പറഞ്ഞ ബെർത്തിൻ്റെ വ്യൂയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മൾ തൊട്ട് മുന്നേ ബ്രേക്ക് വാട്ടർ കണ്ടതുപോലെ തന്നെ ബെർത്തും വളരെ വ്യക്തമായിട്ട് സാറ്റലൈറ്റിൽ നിന്നാലും നമുക്ക് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. യാർഡ് പോർഷനിൽ പല നിറത്തിലുള്ള കണ്ടെയ്നറുകളും
ഒന്നിന് മുകളിൽ ഒന്നായിട്ട് നമുക്ക് പല നിറത്തിലും വെച്ചിരിക്കുന്നത് കാണാനായി സാധിക്കും. അത് മാത്രമല്ല ബെർത്ത് പോർഷനിൽ ഈ പറയുന്ന ക്രെയിൻ ഉൾപ്പെടെ STS ക്രെയിൻ ഉൾപ്പെടെ ഷിഫ്റ്റ് ഷോർ ക്രെയിൻ ഉൾപ്പെടെ ഉള്ളതായിട്ടും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കപ്പലുകളും നിലവിലുള്ളതായിട്ട് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. ഇത് കറണ്ട് ഡേറ്റ് അല്ല, 1-2 ദിവസത്തിന് മുന്നേ ഉള്ളതാണ്. ആ സമയത്ത് 3 കപ്പലുകൾ ഒരേ സമയത്ത് മൂറിങ്ങിലുള്ളതാണ് നമുക്ക് കാണാനായി സാധിക്കും. 3 ഫീഡർ വെസലാണ് നിലവിൽ മൂറിങ്ങിലുള്ളത് നമുക്ക് അറിയാനായി സാധിക്കും. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ഫേസിൽ 800 മീറ്ററാണ് നമ്മൾ ബെർത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ സെക്കൻഡ് ഫേസിൽ, അതായത് 2028 ആകുമ്പോൾ ഈ ബെർത്തിൻ്റെ നീളം 1200 മീറ്റർ കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് 2000 മീറ്ററിലേക്കാണ് വർദ്ധിക്കുന്നത്. ആ വർധനവിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് അതായത് ഈ ബെർത്തിൻ്റെ ലെന്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പൈലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 811 മീറ്റർ, അതായത് 11-15 മീറ്ററിനകത്ത് ആണ് ഈ പറയുന്ന ബെർത്തിൻ്റെ പോർഷൻ. ഏകദേശം ഒരു 10-12 മീറ്ററോളം 10 മീറ്ററോളം ഏകദേശം എക്സ്റ്റൻഷൻ വന്നിട്ടുണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം ബെർത്ത് പോർഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഹെവി പൈൽ ചെയ്തതിന് ശേഷം 20 മീറ്ററോളം, 20 മുതൽ 25 മീറ്ററാണ് നമ്മുടെ ഈ കാണുന്ന ബെർത്ത് പോർഷനിലെല്ലാം മെഷർമെൻറ്റ് എന്ന് വെച്ചാൽ ആഴമുള്ളത്. ഈ ഭാഗത്തെല്ലാം 20 മുതൽ 25 മീറ്റർ വരെ നാച്ചുറൽ ആഴമുണ്ട്. അത് നമ്മൾ ഡ്രഡ്ജിങ് ചെയ്ത് പിന്നെയും കൂട്ടുകയും ചെയ്തു. ഞാനിങ്ങനെ എടുത്തു പറയാൻ കാരണം അതുകൊണ്ടാണ് വളരെ ഈസി ആയിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായ MSC അയർന ബെർത്ത് ചെയ്തും അതുപോലെ തന്നെ 17 മീറ്റർ ഉള്ള ഡ്രാഫ്റ്റുള്ള കപ്പലുകളും വന്ന് ഈസി ആയിട്ട് ബെർത്ത് ചെയ്ത് പോയിട്ടുള്ളതും. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ ആഴം ഇത്രയുണ്ട് എന്ന് ഞാൻ അപ്പോഴപ്പോഴായിട്ട് എടുത്തു പറയേണ്ട കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നല്ല ആഴം ഉള്ള കടൽ പ്രദേശമാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ട് സൈഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന ധാരാളം വലിയ അൾട്രാ ലാർജ് വെസൽ ഉൾപ്പെടെ ഇപ്പോഴും ഓരോ ആഴ്ചയിലും വന്നു പോകുന്നത്. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മുടെ ഷിപ്പിംഗ് റൂട്ടിൽ നിന്ന്, അതായത് ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടും ഈസ്റ്റ് വെസ്റ്റ് സീ റൂട്ടിൽ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ പോർട്ട് തന്നെയാണ്. വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായി സാധിക്കും. ഈ സ്ട്രക്ചർ ഘടന കൊണ്ടും വളരെ ഈസി ആയിട്ട് ബെർത്ത് ചെയ്യാനും കപ്പലുകൾക്ക് സാധിക്കും എന്ന് ഞാൻ പറഞ്ഞതല്ല. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലിൻ്റെ ക്യാപ്റ്റനായ MSC അയർനയുടെ ക്യാപ്റ്റനുമായിട്ട് എനിക്കൊരു ഇൻ്റർവ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇൻ്റർവ്യൂ നമ്മുടെ ഈ പറയുന്ന ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞതാണ്, അദ്ദേഹം കപ്പലുമായിട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ വിളിച്ചപ്പോൾ ഉണ്ടായ അനുഭവം വളരെ ഈസി ആയിട്ട് ബെർത്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ പോർട്ടിലെ സ്ട്രക്ചർ ഘടന എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ബെർത്ത് ചെയ്യാനും സാധിക്കും. ആ ഒരു കാരണം, അതായത് 20 മുതൽ 24 മീറ്റർ വരെ ആഴമുണ്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും പൈലിംഗ് പോകുന്നത്. കാരണം വളരെ സ്ട്രോങ് ആയിട്ടാണ് നമ്മുടെ പോർട്ടിലെ എല്ലാ വർക്കുകളും പെർഫെക്റ്റ് ആയിട്ടും വർക്ക് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അത്ര ദൂരത്തോരം പൈലിംഗ് നടത്തിയതിന് ശേഷം അടിയിൽ പാറയാണ്. അപ്പോൾ ആ പൈലിംഗ് ആ പോർഷനിൽ നിന്നിട്ടായിരിക്കും ഈ പറയുന്ന ഓരോ പൈലിംഗ് കംപ്ലീറ്റ് ആയിരിക്കും ബെർത്തിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ആയി വരുന്നത്. ഇപ്പോൾ ഏകദേശം 10 മീറ്ററിനകത്ത് തന്നെ എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഈ മെഷർമെൻറ്റിൽ മനസ്സിലാക്കുന്നത്. പ്ലസ് ഓർ മൈനസ് ചെറിയൊരു വേരിയേഷൻ ഏതായാലും വരും. ഇതാണ് ബെർത്തിൻ്റെ സ്റ്റാറ്റസ്. അതുപോലെ തന്നെ നമ്മൾ ഈ സൈഡിൽ കാണുന്ന യാർഡ് എക്സ്റ്റൻഷൻ്റെ പോർഷൻ, അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ യാർഡ് എക്സ്റ്റൻഷനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. കാരണം വളരെ കുറച്ച് മീറ്ററാണ് 3 ആഴ്ചയ്ക്ക് മുന്നേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ റോഡ് മാർഗം വളരെ ഫാസ്റ്റായിട്ടാണ് ഈ വർക്കുകൾ മുന്നോട്ട് വന്നിട്ടുള്ളതെന്ന് വീഡിയോയിലൂടെ തന്നെ കണ്ട് മനസ്സിലാക്കിയിരിക്കുന്നു. നമുക്ക് ആ മെഷർമെൻറ്റ് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന യാർഡ് എക്സ്റ്റൻഷൻ്റെ ഭാഗമായിട്ടുള്ള ഈ റോഡ് പോലെ എക്സ്റ്റെൻഡ് ചെയ്തെന്ന പോർഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ ഈ കരയിൽ നിന്നാണെങ്കിൽ ഇവിടെ ഒരു നമുക്കറിയാം കടലിലേക്ക് തള്ളിയിരിക്കുന്ന ഒരു പാറ ഈ പോർഷനിൽ തന്നെ ഉണ്ട്. അത് നമുക്ക് ഇവിടെ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായി സാധിക്കും. ഏകദേശം 274-225 മീറ്ററാണ് കരയിൽ നിന്നും കടലിലേക്ക് ഈ പറയുന്ന റോഡ് മാർഗം വന്നിട്ടുള്ളത്. അതിനുശേഷം ഈ പോർഷനിലെല്ലാം, അതായത് നമ്മൾ ഈ കണ്ട പോർഷനിലെല്ലാം ഡ്രഡ്ജ് ചെയ്ത മണൽ സാൻഡ് ഉപയോഗിച്ച് ഫില്ല് ചെയ്തിരിക്കുന്നു. ഏകദേശം ഞാൻ ഒന്നുകൂടി മെഷർ, അതായത് ഈ ലെന്ത് എടുത്തതിന് ശേഷം ഈ പോർഷനിൽ, അതായത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രത്തോളം മീറ്റർ കഴിഞ്ഞ ആഴ്ചയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇത്രത്തോളം മീറ്റർ, ഏകദേശം 504 മീറ്ററോളം നമ്മൾ ഈ കാണുന്ന പോർഷനിലെല്ലായിടത്തും നമ്മൾ ഡ്രഡ്ജ് ചെയ്ത സാൻഡ് ഉപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അത് ഞാൻ എടുത്തു പറയുണ്ടായിരുന്നു. കാരണം ഡ്രഡ്ജിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 3 ആഴ്ചയാണ് നമ്മളെ വീഡിയോ പെൻഡിങ് ഉണ്ടായിരുന്നത്. പോർട്ടിൽ പോകാനായി സാധിക്കാത്തതുകൊണ്ടാണ് വീഡിയോ എടുക്കാനായി സാധിക്കുന്നത്. ആ ഒരു 3 ആഴ്ച കൊണ്ട് ഡ്രഡ്ജർ മെഷീൻ വന്ന് ഡ്രഡ്ജ് ചെയ്തത് മാത്രമല്ല ആ സാൻഡ് ഉപയോഗിച്ച് തന്നെ ഇത്രയും പോർഷൻ ഫില്ല് ചെയ്തിരിക്കുന്നു. അതായത് വളരെ വലിയ വ്യത്യാസമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ബ്രേക്ക് വാട്ടറിൻ്റെയും ബെർത്തിൻ്റെയും വർക്ക് നടക്കുന്നതോടൊപ്പം തന്നെ വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ യാർഡിൻ്റെ വർക്കുകളും മുന്നോട്ട് വളരെ ഫാസ്റ്റായിട്ട് പോകുന്നത് ഇതിൽ നിന്നും കണ്ടു മനസ്സിലാക്കാനായി സാധിക്കും. അത് മാത്രമല്ല, നമ്മളിവിടെ ഒരു ജേക്കബ് ബ്രിഡ്ജ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരുന്നത്. അതാണത് ഈ പോർഷൻ. അതായത് ഈ കാണുന്ന ഈ പറയുന്ന ഈ പോർഷനിലാണ് ഈ ജേക്കബ് ബ്രിഡ്ജുള്ളത്. ജേക്കബ് ബ്രിഡ്ജും നമ്മുടെ ഈ പറയുന്ന ഈ യാർഡ് എക്സ്റ്റൻഷന് വേണ്ടിയുള്ള എക്സ്റ്റൻഷൻ പോർഷൻ അവിടെയും തമ്മിലൊരു ബ്രിഡ്ജ് പോലെ, ഒരു പാലം പോലെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീട്ടിൽ. അത് ഏകദേശം 109 മീറ്ററാണ്. ഇതൊരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി നോക്കുന്നതാണ്.
എത്ര മീറ്റർ ആയിരുന്നു, കാരണം വീഡിയോയിലൂടെ വ്യക്തമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ എത്ര മീറ്ററാണ് ഡിഫറൻസ് എന്നറിയില്ല. പക്ഷേ വീഡിയോയിലൂടെ വളരെ അടുത്തായിട്ട് തോന്നിയെങ്കിലും ഏകദേശം 109 മീറ്ററാണ് ആ ഒരു ഡിഫറൻസ് ഉള്ളത്. ഇതാണ് നമുക്ക്. അത് മാത്രമല്ല, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന യാർഡ് എക്സ്റ്റൻഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇതുവഴി ഒരു റോഡ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. കാരണം ഇത്രയും പോർഷൻ കവർ ചെയ്യാൻ വേണ്ടിയാണ്. ഞാനത് കാണിച്ചു തരാം. ഈ പോർഷനിൽ നിന്നാണ് ഇത് വരുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ വന്ന വ്യത്യാസം ഇത്രയും പോർഷനിൽ വന്ന് ഇതുവരെ എത്തിയിരിക്കുന്നു. ഏകദേശം 416 മീറ്ററോളം ഈ സൈഡിലൂടെ ഈ റോഡ് കണക്ട് ചെയ്ത് ഈ പോർഷൻ വരെ എത്തിയിരിക്കുന്നു. അതൊരു അതിശയിക്കുന്ന കാര്യം തന്നെയാണ്. ഡേ നൈറ്റ് വർക്കുകൾ നടക്കുന്നുണ്ടോ തീർച്ചയായിട്ടും എനിക്ക് അതിശയമില്ല. കാരണം വളരെ ഫാസ്റ്റായിട്ടാണ്, ഞാൻ പലപ്പോഴായിട്ട് പറയുന്നത് പോലെ വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മുടെ പോർട്ടിൻ്റെ എല്ലാ വർക്കുകളും നടക്കുന്നത്. ഒരു വർക്കും ഒരിടത്തും ഡിലേ ഉള്ളതായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കില്ല. നമ്മൾ പോർട്ടിൽ വന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. പക്ഷേ സാറ്റലൈറ്റിലൂടെ മെഷർമെൻറ്റിലൂടെ കാണുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും വളരെ ഫാസ്റ്റായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് മെഷർമെൻറ്റിലൂടെ തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. ഇതാണ് നമ്മുടെ പോർട്ടിലെ ഏറ്റവും വലിയ വർക്കായ നമ്മളീ കാണുന്ന ബ്രേക്ക് വാട്ടറും ബെർത്തും യാർഡ് എക്സ്റ്റൻഷനും ഉള്ളത്. നമുക്ക് ഈ പോർഷൻ വരെ എത്തിയിരിക്കുന്നു. നമുക്ക് ഏകദേശം ഈ യാർഡ് പോർഷൻ, നമ്മൾ ഈ കണ്ട യാർഡ് പോർഷൻ ഏകദേശം 80 ഹെക്ടർ ലാൻഡാണ് നമുക്ക് നികത്തി എടുക്കേണ്ടത്. അതായത് നമുക്ക് ഈ പുറത്ത് കരയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, കടലിൽ നിന്ന് തന്നെയാണ് എക്സ്റ്റൻഡ്. നമുക്ക് ആ വ്യൂവും തന്നെ മനസ്സിലാക്കണ്ടോ, ഫുള്ള് കടലിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന നികത്തി എടുക്കുന്നത്. അത് കാരണം യാതൊരാൾക്കും, അതായത് യാതൊരു ഡിസ്റ്റർബൻസ് ഇല്ലാതെയാണ് നമ്മുടെ പോർട്ടിൻ്റെ വർക്കുകൾ വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകും. നമുക്കിവിടെ ഡ്രഡ്ജ് ചെയ്ത് നമുക്കിപ്പോൾ നിലവിൽ ഞാൻ പറഞ്ഞ 20 മുതൽ 25 മീറ്റർ ആഴമുണ്ട്. അതിൽ കൂടുതൽ നമ്മൾ അടിയിലുള്ള പാറ പൂർണ്ണമായിട്ടും ഡ്രഡ്ജ് ചെയ്തതിന് ശേഷം ആ ഡ്രഡ്ജിങ് സാൻഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ കാണുന്ന പോർഷൻസ് എല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് വരുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പറഞ്ഞ പോർട്ടിൻ്റെ ആഴവും 25 മീറ്റർ മുതൽ 30 മീറ്ററിന് മുകളിലേക്ക് ആഴം കൂടുകയും ചെയ്യും. അതുകൊണ്ട് അഡ്വാൻറ്റേജ് തന്നെയാണ് നമ്മുടെ പോർട്ടിനുള്ളത്. അപ്പോൾ യാർഡിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ആവും. നമ്മുടെ പോർട്ടിൻ്റെ ഈ ഭാഗത്തെല്ലാം ഈ പോർട്ടിൻ്റെ ഭാഗത്തെല്ലാം ആഴം കൂടുകയും ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകുന്നത്. തൊട്ടടുത്ത് തന്നെ നമുക്ക് ഈ പറയുന്ന വിഴിഞ്ഞം ഹാർബർ വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. ഈ ഹാർബറും വിഴിഞ്ഞം പോർട്ടും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. നമുക്ക് കാണാം 333 മീറ്ററാണ് നമുക്ക് ഈ ഒരു പോർഷൻ ഉണ്ട്. ഫ്യൂച്ചറിൽ നമുക്ക് വലിയ യാർഡുകളോ മീൻസ് വേറെ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് നമുക്ക് ഈ ഒരു പോർഷൻ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു വേക്കൻറ്റ് പ്ലേസ് എന്ന് പറയാം. നമുക്ക് ഫ്യൂച്ചറിൽ ചിലപ്പം എന്തെങ്കിലും ആവശ്യം വേണ്ടി വരുമായിരിക്കും. എന്നാലും ആ പോർഷനുണ്ട്. നമ്മുടെ ഹാർബറും വിഴിഞ്ഞം പോർട്ടും തമ്മിൽ നമുക്ക് ഡിഫറൻസ് ഏകദേശം 333 മീറ്ററാണ് നമുക്ക് ഇവിടെ കാണാനായി സാധിക്കും. ഇതാണ് നമ്മുടെ പോർട്ടിലെ നിലവിലെ സ്റ്റാറ്റസ്. ഇനി നമുക്ക് ഈ പറയുന്ന ബെർത്തിൻ്റെ പോർഷൻ നമുക്ക് നോക്കാം. അതായത് ഇനി ഫ്യൂച്ചറിൽ ഈ 2000 മീറ്റർ ആകുന്നത് വരെ 1200 മീറ്ററാണോ എക്സ്റ്റെൻഡ് ചെയ്യണത്, അത് എത്ര വരെ പോകും നോക്കാം. ഇത് 1290 മീറ്റർ, 1200 മീറ്റർ ഏകദേശം ഇത്രത്തോളം വരും. കണ്ടോ, ഇത്രത്തോളമാണ് നമ്മുടെ ഈ പറയുന്ന ബെർത്തിൻ്റെ പോർഷൻ എക്സ്റ്റെൻഡ് ആയി വരുന്നത്. അതായത് ബ്രേക്ക് വാട്ടർ ഇനി ഏകദേശം ഒരു 600 മീറ്റർ കൂടിയുണ്ട്. അപ്പോൾ 600 മീറ്റർ ബ്രേക്ക് വാട്ടറിന് കൂടാനുണ്ട്. ഈ പറയുന്ന 2000 മീറ്റർ ബെർത്തിൻ്റെ പോർഷൻ വരുമ്പോൾ ഈ ഒരു ഡിഫറൻസ് ഉണ്ടോ, ഇത്രത്തോളം നീളമാണ് വരുന്നത്. അതായത് ആഴിമല ക്ഷേത്രത്തിൻ്റെ ആ പോർഷനിൽ വരില്ല, തൊട്ടടുത്തായിട്ട് ഏകദേശം വരും. കാരണം ആഴിമല ക്ഷേത്രത്തിൽ നിന്ന് ബെർത്ത് കാണാൻ പറ്റുന്ന വിധത്തിലായിരിക്കും ബെർത്തിൻ്റെ എക്സ്റ്റൻഷൻ വരുന്നത്. എന്ന് പറഞ്ഞാൽ ആഴിമല ക്ഷേത്രത്തിൻ്റെ ഏറ്റവും അടുത്ത് വരില്ല, അതിൻ്റെ അവിടെ നിന്ന് കാണാൻ സാധിക്കും. പക്ഷേ നിലവിൽ ആഴിമല ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ബെർത്ത് പോർഷൻ കാണാൻ സാധിക്കില്ല, ബ്രേക്ക് വാട്ടർ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ 2028 ആകുമ്പോൾ തീർച്ചയായിട്ടും ആ പോർഷനിൽ നിന്നാലും നമുക്ക് ബെർത്ത് പോർഷൻ കാണുന്ന വിധത്തിലാണ് എക്സ്റ്റൻഷൻ ഇവിടെ വരുന്നത്. ഈ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആ വർക്കിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റി എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുമാത്രമല്ല, നമ്മുടെ ഈ പറയുന്ന പോർട്ടുമായിട്ട് നമ്മുടെ NH66 നമുക്കിവിടെ കാണാൻ സാധിക്കും. സേലം കൊച്ചി കന്യാകുമാരി റോഡ് NH66 കണക്ട് ചെയ്യുന്ന ലിങ്ക് റോഡിൻ്റെ ഡീറ്റെയിൽ അപ്ഡേഷൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ പറയുന്ന ലിങ്ക് റോഡ്, ഈ ലിങ്ക് റോഡിന് 2 ബ്രിഡ്ജുകളാണ് നിലവിൽ ഈ റോഡ് കടന്നു പോകുന്ന ഭാഗത്തുള്ളത്. ഇപ്പോൾ അവസാനഘട്ട വർക്കുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ലിങ്ക് റോഡിൻ്റെ എൻഡ് പോർഷനാണ് നമ്മൾ കാണുന്നത്. ഇനി എത്ര മീറ്ററാണ് വ്യക്തമായിട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ളതെന്ന് ചോദിച്ചാൽ ഇതുവരെയാണ്. അതായത് ഏകദേശം 320 മീറ്ററോളമാണ് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. കംപ്ലീറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ എല്ലാം ടാറിങ് എല്ലാം പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വളരെ കുറച്ച് മീറ്റർ, അതായത് എനിക്ക് തോന്നുന്നു ഒരു 10 മീറ്ററാണ് ഇനി. 10 മീറ്റർ ഇല്ല, ഒരു 5 മീറ്ററോളം തന്നെ കാണും. ആ പറയുന്ന ഒരു സ്ലാബിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. ലോറി കയറി പോകുന്നതിന് ഒരു സ്ലാബിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. ആ പോർഷനിലെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിലവിൽ നമ്മുടെ പോർട്ടിൽ നിന്നും ട്രിവാൻഡ്രം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ തീർച്ചയായിട്ടും അതുവഴി നമുക്ക് പോകാനായി സാധിക്കും. ആ വർക്കുകളാണ് ഈ എൻഡ് പോർഷനിൽ, ഈ കാണുന്ന എൻഡ് പോർഷനിൽ നടക്കുന്നത്. 10 മീറ്റർ ഇല്ല എന്ന് തന്നെ തീർച്ചയായിട്ടും പറയാം. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ആ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഗേറ്റ് വേ കാർഗേ ഓപ്പൺ ആക്കുന്നതോടൊപ്പം നമ്മുടെ പോർട്ടിലെ കണ്ടെയ്നറുകൾ
റോഡിലൂടെ പുറത്തേക്ക് ഇറങ്ങാനും സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ പോർട്ടിലെ നിലവിലെ സാറ്റലൈറ്റ് വ്യൂയിലുള്ള മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ പോർട്ടിൻ്റെ ഫാമിലി മെമ്പേഴ്സിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.